ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ തുടക്കം മുതലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അറിയും. പക്ഷെ പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് അത് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻട്രോയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇൻട്രോ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറയാം, ഏതൊക്കെ സമയത്താണ് എന്നുള്ളത്. നമ്മൾ കാലത്ത് 6 മണിക്ക് നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട്, ദെൻ 9 മണിക്ക് നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട്, ദെൻ 12 മണിക്ക് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് 3 മണിക്കൊരു ക്ലാസ്, ദെൻ രാത്രി 8 മണിക്കൊരു ക്ലാസ്, ദെൻ രാത്രി 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം നൽകുന്നത്. അതിൽ ഈ പറയുന്ന 4 ക്ലാസ്, ആദ്യത്തെ 4 ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ് ആണ്. 8 മണിയുടെയും 10:30യുടെയും ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ആണ്. അതിൽ 8 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കൊക്കെ പഠിക്കുന്ന GK പോർഷൻസ് ഉണ്ടല്ലോ, ആ GK പോർഷൻസിന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ 8 മണിക്ക് നടത്തുന്നത്. അതായത് 2021 മുതൽ 2024 വരെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിക്കുന്ന നമ്മൾ പഠിപ്പിച്ച ഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ ചെയ്യുന്നു വിത്ത് എക്സ്പ്ലനേഷൻ. ഓക്കെ, ദെൻ രാത്രി 10:30 നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗവും കൂടെ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ഞാൻ നടത്തുന്നുണ്ട്. അതുപോലെ മന്ത്ലി നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ 100 മാർക്കിന്റെ പരീക്ഷയായിട്ട് നടത്താറുണ്ട്. അപ്പോൾ അതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരാൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. തുടക്കക്കാരാണെങ്കിൽ, ഇപ്പോൾ വന്നിട്ടുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 3 മാസം സമയമുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കം മുതലുള്ള ക്ലാസ്, ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി 10 കൂടിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ദിവസം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ട് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകൾ വെച്ചിട്ടാണ് എടുത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇംഗ്ലീഷ്, മലയാളം അതിൻ്റെ എല്ലാം PYQ ഡിസ്കഷൻ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ എല്ലാവരും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എക്കണോമിക്സിൻ്റെ ബേസിക് എന്ന് പറയുന്നത്, നമ്മൾ SCRT പാഠഭാഗങ്ങൾ എക്കണോമിക്സിന്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് NCERTയിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. +1 എക്കണോമിക്സിൽ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് NCERT വെച്ചിട്ടാണ്. NCERTയിൽ പറയുന്ന ക്ലാസ്സിൽ ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബാക്കി നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ NCERTയിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എപ്പോഴും നമ്മൾ ബേസ് തൊട്ട് പഠിക്കണ്ടേ. അപ്പൊ ആദ്യത്തെ +1 എക്കണോമിക്സിലെ ചാപ്റ്റർ ആണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ്. അതാണ് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. എക്കണോമിക്സ് എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ വളരെ വിശദമായിട്ട് നമ്മൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. കാരണം എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ്ഘടന. അപ്പോൾ ആ പേര് പോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്ന എന്താണ്, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പിന്നോക്കാവസ്ഥയ്ക്കും മുരടിപ്പിനും എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കാം, ആദ്യം തന്നെ ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്തെ ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയും. പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും. ആരുടെ വാക്കുകളാണിത്? 1894 ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയി ആയിരുന്ന വിക്ടർ അലക്സാണ്ടർ ബ്രൂസിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്ത്യ എന്ന് പറയുന്നത്
അവരുടെ എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് അല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സാമ്രാജ്യത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ്ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, വർത്തമാന ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഘടന സമീപകാലത്തായി രൂപം കൊണ്ട ഒന്നല്ല. നമുക്കറിയാം ഇപ്പം നമ്മൾ കാണുന്ന ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല, മറിച്ച് നമ്മൾ ഭൂതകാല ചരിത്രത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചരിത്രം പഠിക്കാനുണ്ട്. കുറേ കാലങ്ങളായിട്ടുള്ള സ്ട്രഗിളിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടായതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് വളർന്നുകൊണ്ടിരുന്ന ബ്രിട്ടനിലെ ആധുനിക വ്യവസായങ്ങൾ തടസ്സമില്ലാതെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു കൊളോണിയൽ ഭരണത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ എന്താക്കി മാറ്റുക, ബ്രിട്ടനിലെ ആധുനിക വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള അസംസ്കൃത വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്ന, അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു കൊളോണിയൽ ഭരണത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, എന്ത്, ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് തരുന്ന ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബ്രിട്ടനിൽ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്ത് ചെയ്യുക, ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കുന്ന ഒരു മാർക്കറ്റാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. ഈ 2 ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ആമുഖമായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒന്നല്ല, കുറേ കാലത്തെ ചരിത്രമുണ്ട് അതിൻ്റെ ബാക്കിൽ. പിന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ സമ്പദ്ഘടന എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുന്ന ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. കൂടാതെ ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നിട്ട്, ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക. ഈ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് നോക്കുക, കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറയും, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം, അതായത് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ കൊളോണിയൽ റൂള്. കോളനി കാലം എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലം. അപ്പോൾ ഈ കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് നമ്മുടെ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. കൃഷിയായിരുന്നു ഇക്കാലത്തെ ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി. കൃഷിയും അതുമായി ബന്ധപ്പെട്ട ജോലികളിലുമെല്ലാം ഏർപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് ഇന്ത്യയിലെ കൂടുതൽ ജനങ്ങളും. എന്നിരുന്നാലും വൈവിധ്യമാർന്ന വ്യാവസായികോൽപ്പന്നങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. പരുത്തി, പട്ടുതുണിത്തരങ്ങൾ, ലോഹം, അമൂല്യമായ രത്നങ്ങൾ തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾ ഉയർന്ന പുരോഗതി കൈവരിച്ചിരുന്നു. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളിലുമെല്ലാം ഏർപ്പെട്ടിരുന്നവരായിരുന്നു. മാത്രമല്ല പിന്നെന്താണ്, ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് അല്ലെ, കരകൗശല വ്യവസായങ്ങൾ, അതായത് ഇന്ത്യയിലെ പരുത്തി, പട്ടുതുണിത്തരങ്ങൾ, ലോഹം, രത്നങ്ങൾ തുടങ്ങിയ കമ്മോഡിറ്റീസിനൊക്കെ എന്താണ്, വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞ എന്താണ്, ഇന്ത്യ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. ഇന്ത്യ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഗുണമേന്മയുള്ള വസ്തുക്കളാൽ നിർമ്മിതമായ ഈ ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യ കരവിരുദ്ധ പ്രകടമായിരുന്നു. അതിനാൽ അവ വിദേശ കമ്പോളങ്ങളിൽ പ്രിയമേറിയവയും ആയിരുന്നു. ഇനി നമ്മൾ പറയുന്നത്, കോളനി ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കോളനി ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പുരോഗതിയേക്കാൾ ഉപരി അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവുമായിരുന്നു.
ആയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസംസ്കൃത വസ്തുക്കളുടെ ദാതാവും നമ്മൾ പറഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എന്താക്കി മാറ്റുക? ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഇൻഡസ്ട്രീസിന് ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുന്ന ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? അങ്ങനെ അവർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ലക്ഷ്യങ്ങളാണ് കോളനി ഭരണകാലത്ത് അവർ കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നത്. 2 ലക്ഷ്യങ്ങൾ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കോളനി ഭരണകാലത്തെ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുണ്ടായിരുന്ന പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് തരുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്ന 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ സമ്പത്ത് മൊത്തമായിട്ട് എന്താണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക. അതായിരുന്നു എന്ത് അവരുടെ ലക്ഷ്യം അല്ലെ. ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കയറ്റി അയക്കുക, അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചീപ്പ് റേറ്റിൽ നല്ല രീതിയിൽ വിറ്റഴിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്താണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ അല്ലേ. ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ എന്താണ്, അവർ സമ്പത്ത് കൊള്ളയടിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല, ബ്രിട്ടീഷുകാർ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ, ചെയ്തിട്ടില്ല. പിന്നെയോ അവർ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആളുകൾ വാങ്ങാണ്ടാവും. കാരണം എന്താണ്, ചീപ്പ് റേറ്റിന് സാധനങ്ങൾ വേറെ കിട്ടുന്ന സമയത്ത് എന്തായാലും കുറച്ചൊക്കെ പൈസ കുറവിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ആളുകൾ വാങ്ങിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ പൈസ കുറവിൽ കിട്ടുന്ന സാധനങ്ങൾ, ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങൾ ബ്രിട്ടീഷുകാർ കൊടുക്കുമ്പോൾ ആ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എന്താണ് ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് ഇല്ലാണ്ടായി, അത് വാങ്ങിക്കാൻ ആരും ഇല്ലാതെയായി. അതുകൊണ്ട് എന്താണ് ഇവിടെയുള്ള കുടിൽ വ്യവസായങ്ങളൊക്കെ തകർന്നു, തൊഴിലില്ലായ്മ രൂക്ഷമായി. മാത്രമല്ല എന്താണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച എക്കണോമിക് പോളിസീസ് എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ പാടെ തകർക്കുന്നതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആളുകളുടെ അടുത്ത് നിന്ന് മാക്സിമം ടാക്സ് പിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഒന്നും തന്നെ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുകയോ അല്ലെങ്കിൽ ആളോഹരി വരുമാനം പെർ ക്യാപിറ്റ ഇൻകം കണക്കാക്കുകയോ അതിനൊന്നും തന്നെ ആരും മുതിർന്നില്ല, ബ്രിട്ടീഷുകാർ മുതിർന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു സ്റ്റോറി പഠിക്കുന്നത് പോലെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ എന്താണ് അവർ ദേശീയ വരുമാനമോ അല്ലെങ്കിൽ ആളോഹരി വരുമാനമോ ഒന്നും തന്നെ, നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ ഒന്നും തന്നെ അവരെന്ത് ചെയ്തില്ല, കണക്ക് കൂട്ടാനായിട്ട് മുതിർന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ചില ശ്രമങ്ങൾ നടന്നു. ഓക്കെ, ചില വ്യക്തികൾ ഈ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും എല്ലാം കണക്കാക്കുവാനായിട്ട് മുൻപിൽ വന്നു. അതിന് ആരൊക്കെയാണ് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബെ, ഫിൻലെ ഷിറാസ്, VKRV റാവു, CR ദേശായി തുടങ്ങിയവരെല്ലാം ഇതിനു വേണ്ടി മുതിർന്നു വന്നവരാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ ദേശീയ വരുമാനവും ആൾഹോരി വരുമാനവും ഒന്നും തന്നെ കണക്കാക്കുവാൻ മുതിർന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില വ്യക്തികൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അവരാണ് ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബെ, ഫിൻലെ ഷിറാസ്, VKRV റാവു, CR ദേശായി എന്നിവർ. ഓക്കെ, അതിൽ VKRV റാവുവിൻ്റെ പഠനങ്ങളാണ് കുറച്ചെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട പഠനങ്ങളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജ്യത്തിൻ്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക്, അതായത് എന്താണ് അഗ്രോഗാറ്റിക് റിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2% താഴെയും വാർഷിക ആളോഹരി ഉൽപ്പന്നം പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെറും 0.5% താഴെയുമായിരുന്നു എന്നുള്ളതാണ് ഈ പഠനങ്ങൾ. ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബെ, അതുപോലെ തന്നെ ഫിൻലെ ഷിറാസ്, VKRV റാവു, CR ദേശായി തുടങ്ങിയവർ നടത്തിയ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതായത് കോളനി കാലത്ത് താഴ്ന്ന സാമ്പത്തിക വികസനം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള എന്താണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഓരോ മേഖലയെയും ചൂഷണം ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുന്നത് കാർഷിക മേഖലയാണ്. ഓക്കെ, അപ്പോൾ അതായത് ബ്രിട്ടീഷുകാർ വന്ന പിന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിന് എന്ത് പറ്റി എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നോക്കുക,
കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. ജനസംഖ്യയുടെ 85% പേർ ജീവിതോപാധിയായി പ്രത്യക്ഷമോ പരോക്ഷമോ ആയ കൃഷിയെ ആശ്രയിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോളനി ഭരണകാലത്ത്, അതായത് ബ്രിട്ടീഷുകാരുടെ വരുന്ന ആ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ടും എന്തിനെ ആശ്രയിച്ചാണ്? കൃഷിയെ ആശ്രയിച്ചാണ്. അതായത് കൃഷിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു 85% ആളുകളും. ഇന്ത്യയിലെ 85% പേരുടെയും ജീവിതമാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും കാർഷിക മേഖല എങ്ങനെയായിരുന്നു? മുരടിപ്പിലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കാർഷിക മേഖല മുരടിപ്പിലാണെന്ന് പറയുന്നു? മൊത്തം കൃഷിഭൂമിയുടെ അളവിൽ നേരിയ വർധനവുണ്ടായിരുന്നുവെങ്കിലും കാർഷികോൽപാദന ക്ഷമത വളരെ താഴ്ന്ന നിലയിലായിരുന്നു. ഓക്കെ, കാർഷികോൽപാദന ക്ഷമത, കാർഷിക മേഖല മുരടിച്ചു, കാർഷികോൽപാദന ക്ഷമത വളരെ താഴ്ന്ന നിലയിലായിരുന്നു. കാർഷിക മേഖലയിലെ ഈ മുരടിപ്പിന് കാരണം, ഇനി അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. കാർഷിക മേഖലയിലെ മുരടിപ്പിന് കാരണം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഭൂവുടമ സമ്പ്രദായമാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭൂവുടമ സമ്പ്രദായമായിരുന്നു ഒന്നാമത്തെ കാരണം. അതായത് ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നു. ഓക്കെ, സെമീന്ദാരി സമ്പ്രദായം കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള സെമീന്ദാരി സമ്പ്രദായമാണ് കാർഷിക മേഖലയിലെ മുരടിപ്പിന് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. അതായത് കൃഷിയിൽ നിന്നുള്ള ലാഭം കർഷകർക്കല്ല, മറിച്ച് ഇടനിലക്കാരായ സെമീന്ദാർമാർക്കാണ് ലഭിച്ചിരുന്നത്. ഓക്കെ, കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ലാഭം ആർക്ക് ലഭിക്കില്ല? കർഷകർക്ക് ലഭിക്കില്ല, മറിച്ച് ഇടനിലക്കാരായിട്ടുള്ള ജമീന്ദാർമാർക്കാണ് ലഭിച്ചിരുന്നത്. എന്നാൽ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ജമീന്ദാർമാരും എന്ത് ചെയ്തില്ല? കോളനി ഭരണകൂടമോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. കർഷകരിൽ നിന്ന് വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുന്നതിൽ മാത്രമായിരുന്നു ജമീന്ദാർമാരുടെ ശ്രദ്ധ. കൃഷിയിൽ നിന്നുള്ള ലാഭം ജമീന്ദാർമാരെടുക്കും, പക്ഷെ അതിനുവേണ്ടി കൃഷിയുടെ മുന്നേറ്റത്തിന് വേണ്ടി ജമീന്ദാർമാരും കോളനി ഭരണകൂടവും ഒന്നും തന്നെ ചെയ്തില്ല. കർഷകരിൽ നിന്നും വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുന്നതിൽ മാത്രമായിരുന്നു ആരുടെ ശ്രദ്ധ? ജമീന്ദാർമാരുടെ ശ്രദ്ധ. വർദ്ധിച്ച പാട്ടഭാരം കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കി. ഈ സമ്പ്രദായ പ്രകാരം ജമീന്ദാർ കൃത്യസമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇടനിലക്കാരാണല്ലോ ഈ ജമീന്ദാർമാരെന്ന് പറയുന്നത്. അപ്പോൾ ജമീന്ദാർമാർക്ക് കൃത്യമായിട്ട് നികുതി ആർക്കടയ്ക്കണം? ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അടയ്ക്കണം. അപ്പോൾ ഇവർ കർഷകരോട് എന്താണ്, അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ജമീന്ദാർമാർ കുറച്ചേറെ കൂടുതൽ തുക കർഷകരിൽ നിന്നും ഈടാക്കും. എന്നിട്ട് അതിലൊരു പകുതി ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർ കൊടുക്കും. ബാക്കി പകുതി അവരും എടുക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സമ്പ്രദായ പ്രകാരം ജമീന്ദാർ കൃത്യസമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ജമീന്ദാർക്ക് എന്താണ്? ഭൂമിയിന്മേലുള്ള അവകാശം നഷ്ടപ്പെടും. ആയതിനാൽ കൃഷിക്കാരുടെ സാമ്പത്തികാവസ്ഥയെ ജമീന്ദാർമാർ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല. അവർക്ക് കൃഷിയിൽ നല്ല വിളവ് കിട്ടിയോ ഇല്ലയോ അതൊന്നും അവർ നോക്കിയിട്ടില്ല. കൃത്യമായിട്ട് എന്ത് കിട്ടണം? നികുതി അവരുടെ കയ്യിൽ കിട്ടണം. കൂടാതെ പഴഞ്ചൻ സാങ്കേതികവിദ്യ, അപ്പോൾ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? കാർഷിക മേഖല മുരടിക്കാനുള്ള മെയിൻ റീസൺ ആണ് ഭൂവുടമ സമ്പ്രദായം എന്ന് പറയുന്നത്, ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി ബാക്കിയുള്ള കാരണങ്ങളാണ് പഴഞ്ചൻ സാങ്കേതികവിദ്യ, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം. ഇതെല്ലാം കാർഷിക മേഖലയുടെ മുരടിപ്പിന് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ കാർഷിക മേഖല മുരടിക്കുവാനുള്ള മെയിൻ കാരണങ്ങൾ, ഒന്ന് ഭൂവുടമ സമ്പ്രദായം, ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നു. കാരണം ബ്രിട്ടീഷുകാരുടെയും കർഷകരുടെയും ഇടയിൽ ഇടനിലക്കാരായിട്ട് ആരുണ്ട്? ജമീന്ദാർമാരുണ്ട്. ജമീന്ദാർമാർക്ക് ഒരു നികുതിയുടെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് നൽകണം. അതുകൊണ്ട് തന്നെ കർഷകരിൽ നിന്നും ഇരട്ടി നികുതി പിരിക്കും. അതിലൊരു ഭാഗം ജമീന്ദാർമാരെടുക്കും, ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ ആയപ്പോൾ അവർക്ക് കർഷകരോട് ദയവ് കാണിക്കാൻ പറ്റാതെയായി. ഇവർക്കും നികുതി അടയ്ക്കണം. അപ്പോൾ കർഷകർക്ക് വിളവ് കിട്ടിയോ അല്ലെങ്കിൽ അവർക്ക് ലാഭമുണ്ടോ എന്നൊന്നും നോക്കില്ല. അവർ കൃത്യമായിട്ട് നികുതി അടയ്ക്കണം. അപ്പോൾ അതിൽ നിന്നും ഒരു പകുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ്? അവർക്ക് ഭൂമിയിന്മേലുള്ള അവകാശം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതെല്ലാം എന്താണ്? കൃഷിക്കാരുടെ അവരുടെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബാധിച്ചു. അതുപോലെ പഴഞ്ചൻ സാങ്കേതികവിദ്യ, ടെക്നോളജീസ് ഒന്നും അന്നത്തെ കാലത്ത് അവരൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഴഞ്ചൻ സാങ്കേതികവിദ്യ, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ കുറഞ്ഞ പ്രയോഗം, ഇതെല്ലാം എന്താണ്? കാർഷിക മേഖലയുടെ മുരടിപ്പിന് കാരണമായി. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു. വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാതെ എല്ലാവരും നാണ്യവിളകളിലേക്ക്
പോയി. ഓക്കെ, നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് എന്താ വാണിജ്യവൽക്കരണം, കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ എന്താക്കി മാറ്റി? ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു. ഇത് അവരുടെ സാമ്പത്തികാവസ്ഥയിൽ ചെറിയ തോതിലുള്ള പുരോഗതി ഉണ്ടാക്കിയെങ്കിലും കാർഷിക മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കി. ജലസേചന സൗകര്യത്തിന്റെ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും ഭൂമിയെ തട്ടുകളാക്കൽ, വെള്ളപ്പൊക്ക നിയന്ത്രണം, നീർവാർച്ച, മണ്ണിലെ ലവണാംശങ്ങൾ നീക്കൽ തുടങ്ങിയ രംഗങ്ങളിൽ നിക്ഷേപം കുറവായിരുന്നു. ചെറിയൊരു ഭാഗം കൃഷിക്കാർ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് മാറിയെങ്കിലും ഭൂരിഭാഗം കുടിയാന്മാർക്കും ചെറുകിട കർഷകർക്കും കൂട്ടുകൃഷിക്കാർക്കും കൃഷിയിൽ നിക്ഷേപം ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളോ സാങ്കേതിക വിദ്യകളോ പ്രോത്സാഹനങ്ങളോ ലഭിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം, ഭക്ഷ്യവിളകൾ മാറിയിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ സംഭവിച്ചത്? കാർഷിക മേഖലയിൽ സംഭവിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് വ്യാവസായിക മേഖലയ്ക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വ്യാവസായിക മേഖലയുടെ കാര്യം, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ എന്ന പോലെ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലും ശക്തമായ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുക്കുവാൻ ഇന്ത്യൻ കോളനി ഭരണത്തിന് കഴിഞ്ഞിരുന്നില്ല. ലോക പ്രശസ്തി നേടിയ ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങൾ ക്ഷയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നിന്നും റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും. അവിടെ മെഷീൻസിലും കാര്യത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കും. അങ്ങനെ ആകുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആരും വാങ്ങിക്കില്ല. എല്ലാവരും ചീപ്പ് റേറ്റിന് കിട്ടുന്ന ബ്രിട്ടീഷുകാരുടെ പ്രോഡക്ട്സേ വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ കരകൗശല വ്യവസായങ്ങളൊക്കെ ക്ഷയിച്ചു. എന്ന് മാത്രമല്ല, ആ സ്ഥാനത്തേക്ക് അതേ പ്രൗഢിയിലുള്ള ആധുനിക വ്യവസായങ്ങൾ ഉയർന്നു വരുവാൻ അനുവദിച്ചുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടന്റെ വ്യാവസായിക നയങ്ങൾക്ക് 2 ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിലും 2 ലക്ഷ്യങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ബ്രിട്ടനിൽ ഉള്ള ആധുനിക വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുക, ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കുക. അപ്പോൾ ഇത് രണ്ടും തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതി ആയിരുന്നു ഈ നയങ്ങളിലൂടെ കോളനി ഭരണകൂടം ലക്ഷ്യം വെച്ചത്. ഓക്കെ, ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതി തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇത് ഇന്ത്യയിൽ പുതിയൊരു സാമ്പത്തിക അവസ്ഥ സംജാതമാക്കി. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ഉപഭോഗ കമ്പോളത്തിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിന് ഇവിടെ മാർക്കറ്റ് ഇല്ലാതെയായി. അപ്പോൾ അങ്ങനെ കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഉണ്ടാവുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് തൊഴിലൊക്കെ നഷ്ടപ്പെടുന്നു അല്ലേ? അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും ചെയ്തു. തുടർന്നുണ്ടായ ഉപഭോഗ വസ്തുക്കളുടെ ചോദന, അതായത് ഡിമാൻഡ് വർധനവിനെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വില കുറഞ്ഞ വസ്തുക്കളുടെ ഇറക്കുമതിയിലൂടെയാണ് കോളനി ഭരണകൂടം സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ അവരവിടെ നിന്ന് നമുക്ക് ചീപ്പ് റേറ്റിന് വിലക്കുറവിൽ കൊണ്ടുവന്നിട്ട് ഇറക്കുമതി ചെയ്യും. അപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യും? ആ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ തന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചുവെങ്കിലും അവയുടെ വളർച്ച മന്ദഗതിയിലായിരുന്നു. ഓക്കെ, 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ തന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചുവെങ്കിലും അവയുടെ വളർച്ച എങ്ങനെയായിരുന്നു? വളരെ പതുക്കെയായിരുന്നു. തുടക്കത്തിൽ ഈ പുരോഗതി ചണം, പരുത്തി എന്നീ വ്യവസായങ്ങളിൽ മാത്രം ഒരുങ്ങി. ഇന്ത്യക്കാരുടെ അധീനതയിലുണ്ടായിരുന്ന പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത് പ്രധാനമായും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. എവിടെയാണ് പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത്? ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. അതേസമയം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ചണ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചത് എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. ഓക്കെ, ചണ വ്യവസായം കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം. എപ്പോഴാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ വർഷമൊക്കെ പഠിച്ചു വയ്ക്കുക. 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ സ്ഥാപിതമാകുന്നത്. 1907 രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പഞ്ചസാര, സിമന്റ്, കടലാസ് എന്നീ വ്യവസായങ്ങൾ പേരിനെങ്കിലും ഇന്ത്യയിൽ എന്ത് ചെയ്തു? തുടക്കം കുറിച്ചു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. ആദ്യമായിട്ട് ആരംഭിച്ചത് പരുത്തി വ്യവസായങ്ങളാണ്. പരുത്തി വ്യവസായശാലകൾ എവിടെയാണ്? ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമാണ്. ദെൻ ചണം വ്യവസായം ആരംഭിച്ചു, അത് ബംഗാളിലാണ്. ദെൻ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചത്. 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമാകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പഞ്ചസാര, സിമന്റ്, കടലാസ് എന്നീ വ്യവസായങ്ങൾ പേരിനെങ്കിലും ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. ഓക്കെ, വ്യവസായവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള മൂലധന ചരക്ക് വ്യവസായങ്ങൾ ഉണ്ടായിരുന്നില്ല. മൂലധന ചരക്ക് വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളെയാണ് മൂലധന ചരക്ക് വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് എന്ത് വേണം? മെഷീനറീസ് വേണം അല്ലേ? അപ്പോൾ അതിനുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായമാണ് മൂലധന ചരക്ക് വ്യവസായങ്ങൾ, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തുടങ്ങാനായിട്ട് ആര് സമ്മതിച്ചില്ല? ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. അതെന്തുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത്? ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇൻഡസ്ട്രീസ് വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രോഡക്ട്സിന് നമ്മുടെ അവിടെ മാർക്കറ്റ് ഇല്ലാതെയാവും അല്ലേ? അപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളും ഇതുപോലെ സാധനങ്ങൾ നമ്മൾ കൈ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ കരകൗശല വ്യവസായങ്ങൾക്കൊക്കെ നമുക്ക് ഇത്രയും വില കൂട്ടി നമുക്ക് വിൽക്കേണ്ടതായിട്ട് വരുന്നത്. അവരത് മെഷീൻസിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ്, ചീപ്പ് റേറ്റിന് കിട്ടുന്നിടത്ത് പോയി വാങ്ങിക്കുമ്പോഴാണ് ഇവിടെ തൊഴിലില്ലായ്മയൊക്കെ ഉണ്ടാകുന്നത്, കരകൗശല വ്യവസായമൊക്കെ തകർന്നു പോകുന്നത് അല്ലേ? അപ്പോൾ അതിന് പകരം നമ്മൾ ഇവിടെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പിന്നീട് ചീപ്പ് റേറ്റിന് കൊണ്ട് വിൽക്കുന്ന പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കാതെ ആവില്ലേ? അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് സംഭവിച്ചില്ല? മൂലധന ചരക്ക് വ്യവസായങ്ങൾ തുടങ്ങാനായിട്ടൊന്നും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട ചില വ്യവസായങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവ ഇന്ത്യയുടെ പരമ്പരാഗതമായ കരകൗശല വ്യവസായങ്ങൾക്ക് പകരം നിൽക്കാവുന്ന തരത്തിലുള്ളവയായിരുന്നില്ല. കൂടാതെ ഈ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്കും മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള, അതായത് GDP-യിലേക്കുള്ള ഇവയുടെ സംഭാവനയും നാമമാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചുവെങ്കിലും അത് GDP-യിലേക്കുള്ള ഒരു മൊത്തം രാജ്യത്തിൻ്റെ ഗ്രോത്ത് ആണ് അല്ലേ GDP എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് ഉള്ള സംഭാവന ഉണ്ടായിരുന്നില്ല. പുതുതായി ആരംഭിച്ച വ്യവസായങ്ങളിൽ പൊതുമേഖലയുടെ സ്ഥാനം റെയിൽവേ, വൈദ്യുതോൽപാദനം, തുറമുഖം, വാർത്താവിനിമയം എന്നിവയിൽ ഒതുങ്ങി. അപ്പോൾ വ്യാവസായിക മേഖല എന്ന് പറയുന്നത് GDP-യിൽ ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ട ഒരു വിഭാഗമാണ്, ഒരു സെക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. പക്ഷേ അത് അത്രത്തോളം GDP-യിലേക്ക് അതിൻ്റെ സംഭാവന കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഷിക മേഖല നമ്മൾ പറഞ്ഞു, വ്യാവസായിക മേഖല പറഞ്ഞു. ഇനി അടുത്തത് വിദേശ വ്യാപാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വിദേശ വ്യാപാരം അഥവാ ഫോറിൻ ട്രേഡ്. പുരാതന കാലം മുതൽക്കേ വിദേശ വ്യാപാരത്തിൽ പ്രശസ്തി ആർജിച്ച രാജ്യമായിരുന്നു ഇന്ത്യ അല്ലേ? പുരാതന കാലം മുതൽക്കേ വിദേശ വ്യാപാരത്തിൽ പ്രശസ്തി ആർജിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ കോളനി ഭരണകൂടം ഉൽപാദനം, വ്യാപാരം, തീരുവ എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ നയങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയും പ്രതികൂലമായി ബാധിച്ചു. ഓക്കെ, കോളനി ഭരണകൂടം ഉൽപാദനം, വ്യാപാരം, തീരുവ എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ നയങ്ങളാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയും പ്രതികൂലമായി ബാധിച്ചത്. ഇതിൻ്റെ ഫലമായി അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയ പ്രാഥമിക വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച ലഘുയന്ത്രങ്ങൾ പോലുള്ള മൂലധന വസ്തുക്കൾ കൂടാതെ പൂർണ്ണ ഉപഭോഗ വസ്തുക്കളായിട്ടുള്ള പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ ഇവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള പട്ട്, പരുത്തി, കമ്പിളി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. അതുപോലെ ബ്രിട്ടനിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറി. കൂടാതെ നിക്ഷിപ്ത ലക്ഷ്യങ്ങൾ, നിക്ഷിപ്ത ലക്ഷ്യങ്ങളോടുകൂടി ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും മേൽ കുത്തകാധിപത്യം ബ്രിട്ടൻ നിലനിർത്തി.
ഇതിൻ്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ പകുതിയിലധികവും ബ്രിട്ടനുമായും, ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും മേൽ കുത്തകാധിപത്യം ആരുടെ അടുത്തായിരുന്നു? ബ്രിട്ടൻ ആയിരുന്നു നിലനിർത്തിയിരുന്നത്. ഇതിൻ്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ പകുതിയിലധികവും ആരുമായിട്ടായിരുന്നു? ബ്രിട്ടനുമായിട്ടായിരുന്നു. ഓക്കെ, കയറ്റുമതിയും ഇറക്കുമതിയും എല്ലാം തന്നെ ബ്രിട്ടനുമായിട്ടായിരുന്നു. ശേഷിക്കുന്ന ഭാഗം ചൈന, സിലോണ്, പേർഷ്യ, സിലോൺ എന്ന് പറയുമ്പോൾ ശ്രീലങ്ക, ഓക്കെ, ചൈന, ശ്രീലങ്ക, പേർഷ്യ പോലുള്ള, അതായത് ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെയാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഭൂരിഭാഗം വിദേശ വ്യാപാരം ആരുമായിട്ടായിരുന്നു? ബ്രിട്ടനുമായിട്ടായിരുന്നു. സൂയസ് കനാൽ തുറന്നതോടുകൂടി ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന് മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. ഓക്കെ, സൂയസ് കനാൽ തുറന്നതോട് കൂടിയിട്ട് ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന് മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശ വ്യാപാരത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശ വ്യാപാരത്തിൻ്റെ ഫോറിൻ ട്രേഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ മിച്ചം, അതായത് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന് രാജ്യം വലിയ വില നൽകേണ്ടി വന്നു. ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മണ്ണെണ്ണ തുടങ്ങി പല വിധത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത ആഭ്യന്തര കമ്പോളത്തിൽ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയൊരു എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായെങ്കിലും, ഓക്കെ, വലിയൊരു കയറ്റുമതി മിച്ചം ഉണ്ടായെങ്കിലും അതിന് അവർ വലിയൊരു വില നൽകേണ്ടി വന്നു. എന്താണ്? ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മണ്ണെണ്ണ തുടങ്ങി പല തരത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത നമ്മുടെ ആഭ്യന്തര കമ്പോളത്തിൽ കുറഞ്ഞു. ഈ വ്യാപാര മിച്ചം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒഴുക്ക് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇവ ബ്രിട്ടീഷുകാരുടെ ഭരണ യുദ്ധ ചെലവുകൾക്കൊപ്പം വിവിധ സേവനങ്ങളുടെ ഇറക്കുമതി ചെലവിനായി വിനിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലുള്ള നമ്മുടെ വിദേശ വ്യാപാരത്തിൽ നിന്ന് കിട്ടുന്ന, അതായത് ഒരു എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്പോർട്ട് സർപ്ലസ് വലിയ കാര്യമായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മണ്ണെണ്ണ തുടങ്ങി പല വിധത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞു എന്ന് പറഞ്ഞു. ഈ വ്യാപാര മിച്ചം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒഴുക്ക് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെന്താണ്, ഈ കിട്ടുന്ന എന്താണോ കിട്ടുന്നത്, അവർ ഈ വിദേശ വ്യാപാരത്തിലൂടെ കിട്ടുന്ന സമ്പത്ത് ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? അവരുടെ ഭരണ ചെലവുകൾക്കും യുദ്ധ ചെലവുകൾക്കും. അവർക്ക് ആർമിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി എക്സ്പെൻസ് ഉണ്ടാവും അല്ലേ, അവർക്ക് ചെലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ യുദ്ധ ചെലവുകൾക്കും ഭരണ ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിദേശ വ്യാപാരത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അവരുടെ യുദ്ധ ചെലവുകൾക്കും ഒക്കെ ആയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിദേശ വ്യാപാരം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ജനസംഖ്യാസ്ഥിതി, അതായത് ഡെമോഗ്രാഫിക് കണ്ടീഷൻ. അപ്പോൾ ഡെമോഗ്രാഫിക് കണ്ടീഷൻ പറയുമ്പോഴത്തേനും ആദ്യം നമുക്ക് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തമുണ്ട്. അപ്പോൾ ഈ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി പ്രകാരം ഒരു രാജ്യം, ഏതൊരു രാജ്യമാണെങ്കിലും 4 സ്റ്റേജിലൂടെ പാസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതൊരു രാജ്യം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാലും 4 സ്റ്റേജിലൂടെ കടന്നു പോകും. ആദ്യത്തെ സ്റ്റേജ് അത് ഇവിടെ പറയുന്നില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇന്ത്യയുടെ കാര്യം പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം, എന്താണ് ഈ 1ാം ഘട്ടം. ഇവിടെ നമ്മൾ ആദ്യഘട്ടം, 2ാം ഘട്ടം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യഘട്ടം, എന്താണ് 2ാം ഘട്ടം എന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏതൊരു രാജ്യവും 4 സ്റ്റേജിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഒന്ന് അഗ്രേറിയൻ എക്കണോമി. ഓക്കെ, അതായത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആളുകൾ കൃഷിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്ന ആളുകൾ വരുന്നതാണ്. അതാണ് 1ാമത്തെ സ്റ്റേജ്. അവിടെ എന്തായിരിക്കും? ബർത്ത് റേറ്റും കൂടുതലായിരിക്കും, ഡെത്ത് റേറ്റും കൂടുതലായിരിക്കും. ഒത്തിരി പേര് ജനിക്കും, അതുപോലെ തന്നെ ഒത്തിരി പേര് മരിക്കും. കാരണം ഫസ്റ്റ് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും അല്ലെ. ആ ഒരു കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ജനിക്കുന്ന ആളുകളൊക്കെ മരിക്കുന്നതും കൂടുതലായിരിക്കും. എന്തെങ്കിലും അസുഖം വന്നാലും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കുറവായതുകൊണ്ട് തന്നെ മരണനിരക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ബർത്ത് റേറ്റ്, ജനന നിരക്കും മരണനിരക്കും ഒരുപോലെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും, ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും ഒക്കെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. 1ാമത്തെ സ്റ്റേജിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഓക്കെ, ആളുകൾ ജീവിച്ചിരുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ്. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒരുപോലെ കൂടുതലാണ്, ജനന നിരക്കും മരണനിരക്കും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും കുറവായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കും രാജ്യം കുറച്ചുകൂടി ഇങ്ങനെ ഡെവലപ്ഡ് ആവാനായിട്ട് തുടങ്ങും, കുറച്ച് ഡെവലപ്പായിട്ട് വരും. അതായത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വന്നതുകൊണ്ട് ഡെത്ത് റേറ്റ് കുറവായിരിക്കും. ഇത് വേണ്ടവർ എഴുതി വെക്കുക കേട്ടോ, ഇവിടെ അത് പറയുന്നില്ല, വേണ്ടവർ എഴുതി വെക്കുക. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ രാജ്യം കുറച്ച് ഡെവലപ്പ് ആവാൻ തുടങ്ങും, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വരും. അപ്പോൾ ബർത്ത് റേറ്റ് കൂടും, പക്ഷേ ഡെത്ത് റേറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ രാജ്യം എന്താണ്, ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഫേസ് ചെയ്യും. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ഡെത്ത് റേറ്റ് കുറവായിരിക്കും, ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരുവിധം കൂടുതലായിട്ട് തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ നാഷണൽ ഇൻകത്തിനോ പെർ ക്യാപിറ്റ ഇൻകത്തിനോ ഒരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ദേശീയ വരുമാനത്തിനും ആളോഹരി വരുമാനത്തിനും ഒരു കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവാതെ ഒരു എന്താണ് ഇങ്ങനെ ഒരു ഇതിൽ പോകും. ഓക്കെ, ഇനി അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് എക്കണോമി ആയിരിക്കും. ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ബർത്ത് റേറ്റ് കുറവായിരിക്കും, ഡെത്ത് റേറ്റ് കുറവായിരിക്കും, പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റഡി ആയിട്ട് പോവുകയായിരിക്കും. ഓക്കെ, പോപ്പുലേഷൻ കൂടും, ചെറിയ നിരക്കിലാണ് കൂടുള്ളൂ. പോപ്പുലേഷൻ എന്താണ് കൂടുന്നത് എങ്ങനെയായിരിക്കും, ചെറിയ നിരക്കിലാണ് കൂടുകയുള്ളൂ. അപ്പോൾ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ എങ്ങനെയായിരിക്കും, നല്ലൊരു പൊസിഷനിലായിരിക്കും. അതാണ് തേർഡ് സ്റ്റേജ്, ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള എക്കണോമി വരുന്നത്. ഓക്കെ, ബർത്ത് റേറ്റ് കുറവ്, ഡെത്ത് റേറ്റ് കുറവ്, പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റഡി ആയിട്ട് പോവുകയായിരിക്കും. നമ്മുടെ ദേശീയ വരുമാനം ആളോഹരി വരുമാനം ഒക്കെ നല്ലൊരു അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ സ്റ്റഡി ആയിട്ടുള്ള നല്ലൊരു ഇത് വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അത് വരുന്നതേ ഉള്ളൂ, അവർ പറയുകയാണ് ഇനി അങ്ങനെ ഒരു സ്റ്റേജ് വരും, പോപ്പുലേഷൻ സ്റ്റഡി ആയിട്ടുള്ള നല്ലൊരു സ്റ്റേജ് വരുമെന്നാണ് എക്കണോമിക് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേജിലൂടെയാണ് ഏതൊരു രാജ്യവും കടന്നു പോവുക എന്നാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി അനുസരിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം, ജനസംഖ്യാ സ്ഥിതി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക സെൻസസ് നടന്ന എപ്പോഴാണ്, 1881 വർഷം ഓർത്തിരിക്കുക കേട്ടോ. 1881 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക സെൻസസ് നടന്നത്. ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ അസന്തുലിതാവസ്ഥ ഇത് തുറന്നു കാട്ടി. ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. അതറിയാം, എങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ്, 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ, മനസ്സിലായോ, ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ആദ്യഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഘട്ടം ഏതാണെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ 4 ഘട്ടങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യഘട്ടം നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, ആദ്യഘട്ടം എന്ന് പറയുന്നത് അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു അല്ലേ. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ആദ്യത്തെ സ്റ്റേജിൽ വരുന്നത്. അവിടെ ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും, ഡെത്ത് റേറ്റ് കൂടുതലായിരിക്കും, നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയായിരിക്കും, കുറവായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജിലാണ്, ആദ്യഘട്ടത്തിലാണ് ആരുള്ളത്, ഇന്ത്യ ഉള്ളത്. ഓക്കെ, രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1921 ശേഷമാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, ആ രാജ്യം മെല്ലെ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജ് അല്ലേ. അപ്പോൾ അവിടെയാണ് 1921 ശേഷമാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയും ജനസംഖ്യാ വളർച്ചാ നിരക്കും ഉയർന്നതായിരുന്നില്ല. സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു അല്ലേ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വന്നു, ബർത്ത് റേറ്റ് കൂടി, ഡെത്ത് റേറ്റ് കുറവാണ്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ പോകുന്നു അല്ലേ, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നു, നാഷണൽ ഇൻകത്തിലും പെർ ക്യാപിറ്റ ഇൻകത്തിലും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ജനസംഖ്യയും ജനസംഖ്യാ വളർച്ചാ നിരക്കൊന്നും ഉയർന്നതായിരുന്നില്ല സെക്കൻഡ് സ്റ്റേജിൽ. ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങൾ ഒന്നും തന്നെ ഒട്ടും പ്രോത്സാഹനപരമായ അവസ്ഥയിലായിരുന്നില്ല. രാജ്യത്തെ സാക്ഷരതാ നിരക്ക്, അപ്പോൾ സ്റ്റേജ് മനസ്സിലായല്ലോ, ആദ്യത്തെ സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങൾ ഒന്നും തന്നെ ഒട്ടും പ്രോത്സാഹനപരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നില്ല. രാജ്യത്തെ സാക്ഷരതാ നിരക്ക് എത്രയായിരുന്നു, സാക്ഷരതാ നിരക്ക് 16% താഴെയായിരുന്നു. ഇതിൽ സ്ത്രീ സാക്ഷരതാ നിരക്ക് വെറും 7% താഴെയും
പൊതുജന ആരോഗ്യ സൗകര്യങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ലഭ്യമായിരുന്നില്ല. ഉണ്ടായിരുന്നവ തന്നെ തീർത്തും അപര്യാപ്തമായിരുന്നു. അപ്പം നമ്മുടെ സാക്ഷരതാ നിരക്കെന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയുന്നവരുടെ അല്ലേ, ഇപ്പം സാക്ഷരതാ നിരക്കെന്ന് പറയുന്നത് 16% താഴെയായിരുന്നു. സ്ത്രീകൾക്ക് എത്രയായിരുന്നു? 7% താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു? നല്ലൊരു ജനവിഭാഗങ്ങൾക്കും ലഭ്യമായിരുന്നില്ല. ഓക്കെ, പൊതുജന ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല. ഉണ്ടായിരുന്നവ തന്നെ തീർത്തും അപര്യാപ്തമായിരുന്നു. അതിനാൽ വായു ജലജന്യ രോഗങ്ങൾ വ്യാപകമാവുകയും ഇവ പിടിപെട്ട് ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്തു. അതിനാൽ മൊത്തം മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു എന്നതിൽ ഒട്ടും അതിശോക്തിയില്ല. അപ്പം മരണനിരക്ക് വളരെയധികം ഉയർന്നതായിരുന്നു എന്നുള്ളത് എന്താണ് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞു പൊതുജന ആരോഗ്യ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പല രോഗങ്ങൾ വന്ന് കുറേ ആളുകളൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു എന്നതിൽ ഒട്ടും അതിശോക്തിയില്ല. ശിശുമരണ നിരക്ക് എങ്ങനെയായിരുന്നു? 1218 എന്ന നിരക്കിലായിരുന്നു. ഓക്കെ, 1218 എന്ന നിരക്കിലായിരുന്നു ശിശുമരണ നിരക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ശിശുമരണ നിരക്ക് 1063 ആയിട്ട് ഇപ്പോൾ 1063 പേരാണ് കുട്ടികൾ ജനിക്കും. 1000 കുട്ടികളും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 218 പേർ മരിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ ശിശുമരണ നിരക്ക്. ഇപ്പോൾ അത് 1000 പേര് ജനിച്ചു കഴിഞ്ഞാൽ 63 പേരാണ് മരിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഓക്കെ, ഇനി ആയുർദൈർഘ്യമാണെങ്കിലോ 44 വർഷം മാത്രമായിരുന്നു. ഓക്കെ, ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ശരാശരി എത്ര വയസ്സ് വരെ ജീവിക്കും? അപ്പോൾ 44. ഓക്കെ, വെറും 44 വയസ്സ് വരെ മാത്രമേ ഒരാൾ ശരാശരി ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് എത്രയാണ്? 68 വർഷമാണ്. 68 വയസ്സ് വരെയാണ് ശരാശരി ഒരാൾ ജീവിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. വിശ്വാസയോഗ്യമായ ദത്തങ്ങളുടെ അഭാവത്തിൽ അക്കാലത്തെ ദാരിദ്ര്യത്തിന്റെ വ്യാപ്തി അളക്കൽ പ്രയാസമാണ്. ഓക്കെ, എങ്കിലും കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ കഠിനമായിട്ടുള്ള ദാരിദ്ര്യം നിലനിന്നിരുന്നുവെങ്കിലും അത് ഇന്ത്യൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നതും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് തൊഴിൽ ഘടനയാണ്. ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ തൊഴിൽ ഘടന, അതായത് വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു. മൊത്തം തൊഴിൽ ശക്തിയുടെ ഏറിയ പങ്കും കാർഷിക മേഖലയായിരുന്നു. ഇത് ഏകദേശം 70% മുതൽ 75% വരെ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയാം, തൊഴിൽ ഘടന അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിനെ നമുക്ക് 3 ആയിട്ടാണ് തിരിക്കാൻ പറ്റുക. ഒന്ന് പ്രൈമറി സ്ട്രക്ചർ, 2 സെക്കൻഡറി സ്ട്രക്ചർ, 3 ടേർഷ്യറി സ്ട്രക്ചർ. ഓക്കെ, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ 3 തരത്തിലുണ്ട്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടേർഷ്യറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളും ചെയ്ത് ജീവിക്കുന്നവർ വരുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ. അതിനെ നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടർ എന്നാണ് പറയുക. പ്രാഥമിക മേഖല, അഗ്രികൾച്ചറൽ സെക്ടർ എന്നാണ് പറയുന്നത് കേട്ടോ. പ്രൈമറി സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല, അഗ്രികൾച്ചറൽ സെക്ടർ എന്നും കൂടെ നമ്മൾ വിളിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് പ്രാധാന്യം കൊടുത്തിരുന്നത് കാർഷിക മേഖലയ്ക്കായിരുന്നു. അപ്പോൾ 70% മുതൽ 75% വരെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, അതായത് പ്രൈമറി സ്ട്രക്ചറിൽ വരുന്നവരാണ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ വരുന്നവരായിരുന്നു 70 മുതൽ 75% വരെ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിനെ, തൊഴിൽ ഘടനയെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടേർഷ്യറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അഗ്രികൾച്ചറൽ സെക്ടർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല. അപ്പോൾ കാർഷിക മേഖലയിൽ വരുന്ന ആളുകൾ 70% മുതൽ 75% പേര് വരെ കാർഷിക മേഖലയിലായിരുന്നു. എന്നാൽ ഉൽപ്പന്ന നിർമ്മാണ മേഖല, അതായത് അടുത്ത സെക്കൻഡറി സ്ട്രക്ചർ അല്ലെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. അതിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉൽപ്പന്ന നിർമ്മാണ മേഖലയാണ്. ഓക്കെ, അത് എത്രയാണ്? അത് വരുന്നത് 10%. ഉൽപ്പന്ന നിർമ്മാണ മേഖല, ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ വരുന്നത് 10%. ഇനി മൂന്നാമത്തെ വിഭാഗം ടേർഷ്യറി സ്ട്രക്ചർ അല്ലെങ്കിൽ മൂന്നാമത്തെ വിഭാഗം ദ്വിതീയ മേഖലയിൽ വരുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, അങ്ങനെ വരുന്ന കാര്യങ്ങൾ, അതായത് സർവീസ് സെക്ടർ, സേവന മേഖല എന്നാണ് പറയുന്നത്. സേവന മേഖലയിൽ എത്രയാണ്? 15 മുതൽ 25% ആളുകൾ സേവന മേഖലയിൽ വരുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിന് 3 സ്ട്രക്ചർ പഠിച്ചു വയ്ക്കുക. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കാർഷിക മേഖല, ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ വ്യാവസായിക മേഖല, അതുപോലെ തൃതീയ മേഖല എന്ന് പറയുന്നത് എന്താണ്? സേവന മേഖലയാണ്. കാർഷിക മേഖലയിൽ വരുന്നവർ 70 to 75%,
വ്യാവസായിക മേഖലയിൽ വരുന്നവരെ 10%, സേവന മേഖലയിൽ വരുന്നവർ 15 മുതൽ 20% വരെയാണ്. ഓക്കെ. ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത വർദ്ധിച്ച പ്രാദേശിക തലത്തിലുള്ള അന്തരമായിരുന്നു. അന്നത്തെ മദ്രാസ് പ്രവിശ്യ, ഓക്കെ, മദ്രാസ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും, ഓക്കെ, അതായത് ഇന്നത്തെ സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ ചില ഭാഗങ്ങളിലും ബോംബെയിലും ബംഗാളിലും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കുറവും നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലുമുള്ളവരുടെ എണ്ണം കൂടുതലായിരുന്നു. അപ്പം മദ്രാസ് പ്രവിശ്യയിൽ വരുന്ന ചില ഭാഗങ്ങളിൽ എന്താണ്, ബോംബെയിലും ബംഗാളിലും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു, നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലുമുള്ളവരുടെ എണ്ണമായിരുന്നു കൂടുതൽ. അതേസമയം ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിലെ തൊഴിൽ ശക്തി ഉപയോഗം ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയവിടങ്ങളിൽ കാർഷിക മേഖല കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. മറിച്ച് മദ്രാസ് പ്രവിശ്യയിലെ ചില ഭാഗങ്ങൾ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഇപ്പോഴത്തെ ആ ഭാഗങ്ങളിലൊക്കെ, അതുപോലെ ബോംബെയിലും ബംഗാളിലും ഒക്കെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കുറവും, അതുപോലെ എന്താണ്, വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലും പണിയെടുക്കുന്നവരായിരുന്നു കൂടുതൽ പേരുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് തൊഴിൽ ഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് പശ്ചാത്തല സൗകര്യങ്ങൾ അഥവാ ഇൻഫ്രാസ്ട്രക്ചറാണ്. പശ്ചാത്തല സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യങ്ങളായിട്ടുള്ള റെയിൽവേ, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് പറയുന്നത്, പശ്ചാത്തല സൗകര്യങ്ങൾ. ഓക്കെ. അപ്പോൾ കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യങ്ങളായിട്ടുള്ള റെയിൽവേ, തുറമുഖം, ജലഗതാഗതം, തപാല്, കമ്പിത്തപാല് എന്നിവ വികസിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കുറച്ച്, നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് നമ്മുടെ കാർഷിക മേഖലയായാലും വ്യാവസായിക മേഖലയായാലും എല്ലാം വളരെയധികം തകിടം മറഞ്ഞു, എല്ലാം തകർന്ന് തരിപ്പണമായി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അവരുടെ ചില പ്രവർത്തനങ്ങൾ ചെറിയൊരു രീതിയിലൊക്കെ നമ്മളെ നല്ല ഒരു പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലത് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർ ചെയ്ത ചില പ്രവർത്തികൾ നമുക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് റെയിൽവേ, തുറമുഖം, ജലഗതാഗതം, തപാല്, കമ്പിത്തപാൽ എന്നിവ വികസിച്ചു വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തല്ലേ. ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യക്കാർക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല ആരുടെ ലക്ഷ്യം, ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. മറിച്ച് അവരുടെ വിവിധങ്ങളായിട്ടുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ റെയിൽവേ ആയാലും അല്ലെങ്കിൽ ഗതാഗത സംവിധാനമൊക്കെ കൊണ്ടുവന്നത് അവരുടെ പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ അതൊക്കെ ചെയ്തത്. അല്ലാതെ ഇന്ത്യക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇരുന്നോട്ടെ, അവർ യാത്ര ചെയ്തോട്ടെ എന്ന് കരുതി ചെയ്തതൊന്നുമല്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അപ്പോൾ അവർ ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് നിർമ്മിച്ച റോഡുകൾ ആധുനിക ഗതാഗതത്തിന് ഒട്ടും യോജിച്ചതായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപേ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന റോഡുകൾ ഇപ്പോഴത്തെ ആധുനിക ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾക്കുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യമാണ് പല റോഡ് നിർമ്മാണങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർ റോഡ് നിർമ്മിക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾക്കുള്ള സൗകര്യമൊരുക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അതുപോലെ അസംസ്കൃത വസ്തുക്കൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കും തുറമുഖങ്ങൾക്കും തുടങ്ങിയ ഇടങ്ങളിലേക്കും എത്തിച്ച് അത് അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്കോ ലാഭകരമായ മറ്റ് വിദേശ കേന്ദ്രങ്ങളിലേക്കോ എത്തിക്കുക എന്ന താല്പര്യവും ഈ റോഡ് നിർമ്മാണങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ റോഡ് നിർമ്മിക്കുമ്പോൾ ഒന്ന് അവരുടെ സൈനിക നീക്കങ്ങൾക്ക് വേണ്ടിയിട്ടും, രണ്ട് ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അവർ റോഡുകളൊക്കെ നിർമ്മിച്ചത്. റോഡുകൾ ഗ്രാമങ്ങളിൽ കുറവായതിനാൽ പ്രകൃതി ദുരന്തങ്ങളുടെയും ക്ഷാമത്തിൻ്റെയും അവസരങ്ങളിൽ ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ മുൻപ് റോഡുകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടമോ ക്ഷാമമോ ഉണ്ടായിക്കഴിഞ്ഞാൽ റോഡ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു ആളുകൾ. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1850-ലാണ്. വർഷം ഓർത്ത് വെക്കണേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് എപ്പോഴാണ്? 1850-ലാണ്. അത് അവരുടെ സംഭാവനയായിട്ട് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റെയിൽവേ വന്നത് വളരെയധികം നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ റെയിൽവേ വന്നത് 1850-ലാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടനയെ രണ്ട് രീതിയിലാണ് റെയിൽവേ സ്വാധീനിച്ചത്. ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ദീർഘദൂര യാത്രകൾ സാധ്യമായതോടു കൂടിയിട്ട് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള അതിർവരമ്പുകൾ
ഭേദിക്കുവാനായിട്ട് സഹായകമായി. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ദീർഘദൂര യാത്രകളൊക്കെ സാധ്യമായതോട് കൂടിയിട്ട് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള അതിർവരമ്പുകൾ ഭേദിക്കുവാൻ സഹായകമായി. രണ്ടാമത്തേതായിട്ട് എന്താണ്, കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ അത് പരിപോഷിപ്പിച്ചെങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയെ ദോഷകരമായിട്ട് ബാധിച്ചു. ഓക്കെ, കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ പരിപോഷിപ്പിച്ചെങ്കിലും, വാണിജ്യവൽക്കരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയെ ദോഷകരമായിട്ട് ബാധിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചു എന്നതിന് സംശയമില്ല, അല്ലെ, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചു, എങ്കിലും ഇതിന്റെ ഗുണമൊന്നും ആർക്ക് കിട്ടിയില്ല, കൃഷിക്കാരായ ജനങ്ങൾക്ക് നേരിട്ട് ലഭിച്ചില്ല. റെയിൽവേയുടെ ആവിർഭാവം കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കുണ്ടായ സാമൂഹ്യ നേട്ടം ചെറുതല്ല എങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക നഷ്ടത്തെ മറികടക്കുന്നതായിരുന്നില്ല. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ കൊണ്ട് ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് നമ്മുടെ സാമ്പത്തിക ഘടന തകർന്നതിനെ അതിന് പകരം വെക്കാവുന്നതൊന്നും ആയിരുന്നില്ല. ഇനി റെയിൽവേ, റോഡ് എന്നിവയുടെ വികസനത്തോടൊപ്പം തന്നെ കോളനി ഭരണകൂടം ഉൾനാടൻ വ്യാപാരവും കടൽ ഗതാഗത മാർഗങ്ങളും വികസിപ്പിക്കുവാനുള്ള നടപടിയെടുത്തു. ഓക്കെ, റെയിൽവേ, റോഡ് എന്നിവ മാത്രമല്ല, പിന്നെയോ ഉൾനാടൻ വ്യാപാരം, കടൽ ഗതാഗത മാർഗങ്ങൾ വികസിപ്പിക്കുവാനുള്ള നടപടിയും ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല. ഉൾനാടൻ ജലഗതാഗതം ഒറീസയിലെ തീരദേശ കനാൽ സംവിധാനത്തെ പോലെ തന്നെ സാമ്പത്തികമായി ലാഭമായിരുന്നില്ല. ഉയർന്ന ചെലവിൽ നിർമ്മിച്ചിരുന്നത് കനാൽ സംവിധാനമായിരുന്നിട്ടും റെയിൽവേയുമായി മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. ഏറെ താമസിയാതെ ആ പ്രദേശത്ത് കനാലിന് സമാന്തരമായി റെയിൽവേ വരികയും കനാൽ സംവിധാനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ഉൾനാടൻ ജലഗതാഗതം സംവിധാനമൊക്കെ കൊണ്ടുവന്നുവെങ്കിലും, ഒറീസയുടെ തീരദേശത്തെ കനാൽ സംവിധാനമൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് അത്ര വലിയ മെച്ചമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ആ പ്രദേശത്തെ കനാലിന് സമാന്തരമായിട്ട് റെയിൽവേ വന്നതോടു കൂടിയിട്ട് ആ കനാൽ സംവിധാനവും ഉപേക്ഷിക്കേണ്ടി വന്നു. ചെലവേറിയതാണെങ്കിലും വൈദ്യുതീകൃത കമ്പി തപാൽ സംവിധാനം രാജ്യത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. ഓക്കെ, കമ്പി തപാൽ സംവിധാനം ഉപകാരപ്രദമായിരുന്നുവെങ്കിലും വർദ്ധിച്ച ആവശ്യങ്ങൾക്കനുസൃതമായിട്ടുള്ള സേവനം നൽകാൻ പര്യാപ്തമായിരുന്നില്ല. പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ 8ാമത്തെ അധ്യായത്തിൽ കാണാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, അത് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഉപസംഹാരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴേക്കും 2 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ തലങ്ങളെയും ബാധിച്ചിരുന്നു. ആവശ്യത്തിലധികം തൊഴിലാളികളെ കൊണ്ടും അങ്ങേയറ്റം താഴ്ന്ന ഉൽപാദനക്ഷമത കൊണ്ടും കാർഷിക മേഖല തളർന്നിരുന്നു. ആധുനികവൽക്കരണം, വൈവിധ്യവൽക്കരണം, ശേഷി നിർമ്മാണം, പൊതുനിക്ഷേപ വർധന എന്നിവ വ്യാവസായിക മേഖലയിൽ അത്യാവശ്യമായിരുന്നു. അക്കാലത്തെ വിദേശ വ്യാപാരം ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവത്തെ പരിപോഷിപ്പിക്കാൻ മാത്രം ലക്ഷ്യമിട്ടതായിരുന്നു. പശ്ചാത്തല സൗകര്യങ്ങളിൽ റെയിൽവേ ശൃംഖലകളുടെ നവീകരണം, വിപുലീകരണം, പൊതുക്രമീകരണം എന്നിവ ഉൾപ്പെടുന്നു. വ്യാപകമായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജനക്ഷേമ സാമ്പത്തിക നയങ്ങളുടെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടി. ചുരുക്കത്തിൽ രാജ്യത്തിന് നേരിടേണ്ടി വന്ന സാമ്പത്തിക വെല്ലുവിളികൾ വളരെയേറെയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഇനി അങ്ങോട്ട് നമുക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 to 1990 നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ചാപ്റ്റർ നമ്മൾ ഉടനെ തന്നെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത്, നല്ല രീതിയിലാണോ ഞാൻ എടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലാസ് എക്കണോമിക്സിൻ്റെ ക്ലാസ് ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? എങ്കിൽ മാത്രമാണ് നമ്മളിതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ PDF നോക്കട്ടെ കേട്ടോ. ഞാൻ ടെക്സ്റ്റിൻ്റെ PDF തന്നെ ഇട്ട് തരാം. നമ്മൾ എല്ലാ ചാപ്റ്ററും എടുക്കണമല്ലോ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഇട്ട് തരാം ടെലഗ്രാമിൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്